മജ്ജ്ഹിമ നികായ 33 മഹാഗോപാലക സൂക്തം. ഗോപാലകൻ എന്ന് പറയുന്ന സമയത്ത് പശുവിനെ മേയ്ക്കുന്നവൻ, പശുപാലകൻ, ഗോപാലകൻ എന്നെല്ലാം അർത്ഥമുണ്ട്. ഈ സൂക്തത്തിൽ ഭഗവാൻ ഒരു ഗോപാലകൻ്റെ ഉപമ കൊണ്ട് ഒരു ഭിക്ഷു എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. ഒരു സാധകന് വളരെ പ്രേരണാജനകമായിട്ടുള്ള ഒരു സൂക്തമാണ് ഇത്. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ഭഗവാൻ ബുദ്ധൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഭിക്ഷുക്കളെ, പറഞ്ഞാലും ഗുരുവേ എന്ന് പറഞ്ഞ് അവർ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു ഗോപാലകന് ഈ 11 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും പശുക്കൂട്ടത്തെ സംരക്ഷിക്കാനോ അതേപോലെ തന്നെ അഭിവൃദ്ധി പ്രാപിപ്പിക്കാനോ കഴിയില്ല. ഏതാണ് ആ 11 കാര്യങ്ങൾ? ഗോപാലകന് രൂപത്തെപ്പറ്റി അറിയില്ല, ലക്ഷണങ്ങളെക്കുറിച്ച് അറിയില്ല. ഇവിടെ പശുവിൻ്റെ രൂപത്തെക്കുറിച്ചും ലക്ഷണങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. ഈച്ചകളുടെ മുട്ടകളെ എടുത്തു മാറ്റാൻ സാധിക്കുന്നില്ല. പശുക്കളുടെ മുറിവുകളെ ശരിയായിട്ട് കെട്ടിവയ്ക്കുന്നില്ല. ഇടയ്ക്ക് പുക കാണിക്കുന്നില്ല. നദീതടങ്ങളെക്കുറിച്ച് അറിയുന്നില്ല. പശുക്കളുടെ തൃപ്തിയെക്കുറിച്ചിട്ട് അറിയുന്നില്ല. പശുക്കൾ പോകുന്ന വഴിയെക്കുറിച്ചിട്ട് അറിയുന്നില്ല. പുൽമേടുകളെക്കുറിച്ച് അറിയുന്നില്ല. മുഴുവൻ പാലും ഊറ്റിയെടുക്കുന്നു. ആ പശുക്കൂട്ടങ്ങളെ നേതൃത്വം നൽകുന്ന അവരുടെ അച്ഛനായിട്ടുള്ള കാളകളെ അവർക്ക് വേണ്ടത്ര ആദരവ് കൊടുക്കുന്നില്ല. ഒരു ഗോപാലകന് ഈ 11 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഗോപാലകന് ആ പശുക്കൂട്ടങ്ങളെ അഭിവൃദ്ധിപ്പെടുത്താനോ അവയെ സംരക്ഷിക്കാനോ കഴിയില്ല. ഇതെല്ലാം ഒരു ഗോപാലകന് ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണങ്ങളാണ്. അവൻ ആ പശുക്കളുടെ മേലെയുള്ള ഈച്ചകളുടെ മുട്ടകളെ ഇല്ലാതാക്കണം. പശുക്കളുടെ മുറിവുകളിനെ ശരിയായിട്ടുള്ള രീതിയിൽ വെച്ച് കെട്ടണം. എവിടെയാണ് നല്ല പുല്ലുകൾ കിട്ടുന്നത് എന്നറിയണം. നദീതടങ്ങളുടെ ആഴങ്ങളെക്കുറിച്ച് അറിയണം. എങ്ങനെ സുരക്ഷിതമായിട്ട് നദിയിലൂടെ കടത്താമെന്നറിയണം. ഇടയ്ക്ക് പുകയെല്ലാം അടിച്ചുകൊണ്ട് ആ ഈച്ചകളെ കൊതുകുകളെ ഓടിക്കണം. ഇതെല്ലാം അറിയുന്ന ഒരു ഗോപാലകന് മാത്രമേ പശുക്കൂട്ടത്തെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുപോലെ ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷുവിൽ ഈ 11 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഭിക്ഷുവിന് ഈ ധർമ്മവിനയത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാനോ അല്ലെങ്കിൽ ഇതിൽ പൂർണ്ണത പ്രാപിക്കാനോ സാധിക്കില്ല. എന്താണ് ആ 11 കാര്യങ്ങൾ? ഒന്നാമതായി, ആ ഭിക്ഷു രൂപത്തെക്കുറിച്ച് അറിയുന്നില്ല, ലക്ഷണങ്ങളെക്കുറിച്ച് അറിയുന്നില്ല, ഈച്ചകളുടെ മുട്ടകളെ എടുത്തു മാറ്റുന്നില്ല, മുറിവുകളെ ശരിയായിട്ടുള്ള രീതിയിൽ പൊതിഞ്ഞു കെട്ടുന്നില്ല, സമയാസമയത്ത് പുക പടർത്തുന്നില്ല, നദീതടങ്ങളെക്കുറിച്ചിട്ട് അറിയുന്നില്ല, എവിടെ തൃപ്തി കിട്ടും എന്ന് അറിയുന്നില്ല, പോകുന്ന വഴി അറിയുന്നില്ല, പുൽമേടുകളെക്കുറിച്ച് അറിയുന്നില്ല, മുഴുവൻ പാലിനെ ഊറ്റി കുടിക്കുന്നു. സംഘത്തിൻ്റെ അച്ഛന്മാരും സംഘത്തെ നയിക്കുന്നവരും ആയിട്ടുള്ള വളരെ മുൻപ് തന്നെ ഭിക്ഷുവായിട്ടുള്ള ആ ഭിക്ഷുക്കളോട് അവർ കൂടുതൽ ആദരവ് കാണിക്കുന്നില്ല. എങ്ങനെയാണ് ഒരു ഭിക്ഷു രൂപത്തെ അറിയാതിരിക്കുന്നത്? ഇവിടെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ശരീരം, അതേപോലെ തന്നെ പുറത്തുള്ള ശരീരങ്ങൾ, പ്രാണികളുടെ ശരീരം, മനുഷ്യന്മാരുടെ ശരീരം, ഇതിനെല്ലാം രൂപം എന്നാണ് പറയുന്നത്. ഒരു ഭിക്ഷു എല്ലാ തരത്തിലുള്ള രൂപങ്ങളും 4 മഹാഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്, അതിൻ്റെ ഉപാദായ രൂപത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണ് എന്ന് അറിയുന്നില്ല. ഇങ്ങനെയാണ് ഒരു ഭിക്ഷു രൂപത്തെ അറിയാതിരിക്കുന്നത്. ഇവിടെ 4 മഹാഭൂതങ്ങൾ എന്ന് പറയുന്നത് പൃഥ്വി, അഗ്നി, ജലം, വായു ആണ്. ഉപാദായ രൂപം എന്ന് പറയുന്നത് ഈ 4 പ്രധാന ഭൂതങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മറ്റ് രൂപങ്ങൾ. അഭിധമ്മിയിൽ രൂപത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഉപാദായ രൂപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ഭിക്ഷു ലക്ഷണങ്ങളെക്കുറിച്ച് അറിയാതിരിക്കുന്നത്? ഒരു മഠയനായിട്ടുള്ള വ്യക്തിയുടെ കർമ്മങ്ങളാൽ ഒരു ഭിക്ഷു ആ മഠയനെ തിരിച്ചറിയുന്നില്ല. അതേപോലെ തന്നെ ഒരു വിദ്വാൻ്റെ കർമ്മങ്ങളാൽ ആ ഭിക്ഷു ആ വിദ്വാനെ തിരിച്ചറിയുന്നില്ല. ഇങ്ങനെയാണ് ഒരു ഭിക്ഷു ലക്ഷണങ്ങളെ തിരിച്ചറിയാതിരിക്കുന്നത്. ഒരു മഠയനായിട്ടുള്ള വ്യക്തി തീർച്ചയായിട്ടും അവൻ വ്യഭിചാരം ചെയ്യും, പ്രാണികളെ കൊല്ലും, മോഷ്ടിക്കും, നുണ പറയും, ലഹരി പദാർത്ഥങ്ങൾ എല്ലാം ഉപയോഗിക്കും.
ഈ കർമ്മങ്ങളാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു മഠയനെ മനസ്സിലാക്കണം. കാരണം അവൻ്റെ കർമ്മങ്ങൾ ഇപ്രകാരമായിരിക്കും. അതേപോലെ തന്നെ ഒരു വിദ്വാൻ ശീലം പാലിക്കും, സമാധി അഭ്യസിക്കും, പ്രജ്ഞ അഭ്യസിക്കും, ദാനം ചെയ്യും. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാൽ ഒരു പണ്ഡിതനെ നമ്മൾ തിരിച്ചറിയണം, അല്ലെങ്കിൽ ഒരു വിദ്വാനായിട്ടുള്ള ജ്ഞാനിയായിട്ടുള്ള ഒരു പുരുഷനെ നമ്മൾ തിരിച്ചറിയണം. ഇത് അറിയാത്ത ഒരു ഭിക്ഷു ആണ് ലക്ഷണങ്ങൾ അറിയാത്ത ഭിക്ഷു എന്ന് പറയുന്നത്. ഇത് അറിഞ്ഞിട്ടില്ല എങ്കിൽ ആ ഭിക്ഷു ധർമ്മത്തെയും അറിഞ്ഞിട്ടില്ല എന്നാണ് സാരം. എങ്ങനെയാണ് ഒരു ഭിക്ഷു ഈച്ചകളുടെ മുട്ടകളെ എടുത്തു മാറ്റാത്തത്? ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഒരു ഗോപാലകനാണെങ്കിൽ തീർച്ചയായിട്ടും പശുവിൻ്റെ മേലെ ഏതെങ്കിലും ഈച്ചകളുടെയോ മറ്റോ മുട്ടയുണ്ടെങ്കിൽ അതിനെ എടുത്തു മാറ്റും. ഇത ഭിക്ഷവേ ഭിക്കു ഉൽപ്പന്നം കാമവിതക്കം അധിവാസേതി. ഒരു ഭിക്ഷു ഉൽപ്പന്നമായിട്ടുള്ള കാമവിതക്കങ്ങളെ അധിവാസേതി, അവൻ സഹിക്കുന്നു. ഏതിനെ? ഉൽപ്പന്നമായിട്ടുള്ള കാമവിതർക്കങ്ങളെ. അതായത് 5 ഇന്ദ്രിയങ്ങളിൽ നമ്മൾ എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന സമയത്ത് അതിൽ രാഗമുണ്ടാകും, നമുക്ക് ഇഷ്ടമുണ്ടാകും. അതിനെയാണ് കാമവിതക്കം എന്ന് പറയുന്നത്. ആ കാമവിതർക്കങ്ങളെ, ആ തരത്തിലുള്ള ചിന്തകളെ ആ ഭിക്ഷു സഹിക്കുന്നു. അതായത് ആ ചിന്തകളെ വെച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഇഷ്ടമുള്ള രൂപത്തെക്കുറിച്ച് നമുക്ക് ചിന്ത വന്നു, ശബ്ദത്തെക്കുറിച്ച് ചിന്ത വന്നു, രസത്തെക്കുറിച്ച്, സ്പർശത്തെക്കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് ചിന്ത വരികയാണെങ്കിൽ നമ്മൾ ആ ചിന്തയിൽ തന്നെ മുഴുകിയിരിക്കും. അതിനെയാണ് കാമവിതക്കം അധിവാസേതി എന്ന് പറയുന്നത്. ന പജഹതി ന വിനോദേതി ന ബന്ധീകരോതി ന അനഭാവം ഗമയേതി. ഈ 4 കാര്യങ്ങളും വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. അവയെ വിടുന്നില്ല, ഉപേക്ഷിക്കുന്നില്ല, അവയിൽ നിന്ന് മുക്തനാകുന്നില്ല, അവയെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുന്നില്ല, അവയെ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റുന്നില്ല. ഇതാണ് ഈ 4 പാലി വാക്കുകളുടെയും അർത്ഥം. ന പജഹതി വിനോദേതി ന ബന്ധീകരോതി ന അനഭാവം ഗമേതി. പല ധ്യാന ഗുരുക്കന്മാരും പറയാറുണ്ട്, നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും കാമവിതർക്കം അല്ലെങ്കിൽ അങ്ങനത്തുള്ള രാഗവിചാരം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളതിനെ നോക്കണം എന്ന്. ഇത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ആ കാമവിതർക്കം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവിടെ വെച്ചിരുത്താൻ പാടില്ല എന്ന് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു. അധിവാസേതി എന്ന് പറയുമ്പോൾ അതിനെ അവിടെ നിൽക്കാൻ സമ്മതിക്കുന്നു, നമ്മളതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മൾ എത്രത്തോളം അതിനെ നോക്കുന്നുവോ, അതിനെപ്പറ്റി ആലോചിക്കുന്നുവോ, ആ രാഗം കൂടിക്കൊണ്ടിരിക്കും. അംഗുത്തര നികായിലും ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. രാഗം കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏതാണ്? ശുഭനിമിത്തം. അതായത് നമുക്ക് രാഗമുണ്ടാക്കുന്ന വസ്തു തന്നെയാണ് നമ്മുടെ രാഗത്തിന് ഏറ്റവും കൂടുതൽ കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉടൻ തന്നെ അതിനെ ഉപേക്ഷിക്കണം. ആ ചിന്തകളെ നമ്മൾ ഉടൻ തന്നെ ഉപേക്ഷിക്കണം, അവയെ തുടച്ചു മാറ്റണം എന്നാണ് പറയുന്നത്. പക്ഷേ സാധാരണയായിട്ട് സാധകർ ഇങ്ങനെ ചെയ്യാറില്ല, അതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് വർദ്ധിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മളുടെ സ്വഭാവം നമ്മൾ എത്ര തന്നെ ധ്യാനം ചെയ്തിട്ടും മാറാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കാര്യമാണ്. നമ്മളതിനെ ഉപേക്ഷിക്കുന്നില്ല. അതായത് സമ്മാവായാമോ, ശരിയായിട്ടുള്ള രീതിയിലുള്ള പ്രയത്നമല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് അനുകൂലമായിട്ടുള്ള പ്രയത്നം എന്താണ്? അതാണ് ബന്ദേ വിമലാരംസിയുടെ 6R. ഈ 6R എന്നുള്ള കാര്യത്തിൽ റിലീസ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പുണ്ട്. അതായത് നമ്മൾ ആദ്യം അതിനെ തിരിച്ചറിഞ്ഞു, അറിഞ്ഞ ഉടനെ അതിനെ ഉപേക്ഷിച്ചു. ഈ കാര്യം സൂത്രങ്ങളുമായിട്ട് വളരെ സാമ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ബന്ദേ വിമലാരംസിയുടെ ടീച്ചിങ് എന്ന് പറയുന്നത് സൂത്രങ്ങളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതാണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. നമ്മൾ ഏത് ധ്യാനം പഠിക്കുകയാണെങ്കിലും ആ ധ്യാനത്തെപ്പറ്റി ഭഗവാൻ സൂത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. പറഞ്ഞിട്ടില്ല എങ്കിൽ ആ ധ്യാനം ശരിയല്ല. അതേപോലെ തന്നെ ഉൽപ്പന്നമായിട്ടുള്ള വ്യാപാദ വിതർക്കം, ദ്വേഷവിതർക്കം, നമ്മൾക്ക് എന്തെങ്കിലും ദ്വേഷം വന്നു ധ്യാനിക്കുന്ന സമയത്ത് അതിനെയും നമ്മൾ എന്ത് ചെയ്യണം? സഹിക്കരുത്. ഉടൻ തന്നെ അതിനെ ഉപേക്ഷിക്കണം, ഇല്ലാതാക്കണം, തുടച്ചു മാറ്റണം, പൂർണ്ണമായിട്ടും നീക്കം ചെയ്യണം. അതേപോലെ തന്നെ ഉൽപ്പന്നമായിട്ടുള്ള വിഹിംസാ വിതർക്കം, ആരെക്കുറിച്ചെങ്കിലും നമ്മൾക്ക് ഹിംസാപരമായിട്ടുള്ള ചിന്ത, ദ്രോഹിക്കണം എന്നുള്ള ചിന്ത ഉണ്ടായി, അതിനെയും നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. ഉടൻ തന്നെ അതിനെ തുടച്ചു മാറ്റണം, അല്ലെങ്കിൽ 6R ചെയ്യണം. അല്ലെങ്കിൽ ഉൽപ്പന്നമായിട്ടുള്ള ഏതൊരു പാപക അകുശല ധമ്മ, പാപങ്ങളും അകുശലങ്ങളുമായിട്ടുള്ള ഏതൊരു ചിന്തകളെയും വെച്ച് ഇരുത്തരുത്. ഉടൻ തന്നെ അതിനെ ഉപേക്ഷിക്കണം, അതിനെ നീക്കം ചെയ്യണം, പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റണം എന്നാണ് പറയുന്നത്. ഒരു പശുവിൻ്റെ മേലെ ഈച്ചകളുടെ മുട്ടകൾ ഇരുന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? അതവിടെ പെറ്റുപെരുകി ആ പശുവിന് ദോഷമുണ്ടാക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഈ സാധനങ്ങൾ വെച്ചിരുത്തരുത് എന്ന് പറയുന്നത്. കണ്ട ഉടനെ തന്നെ അതിനെ ഉപേക്ഷിക്കുക. ഉപേക്ഷിച്ചതിന് ശേഷം നമ്മുടെ മനസ്സ് ധ്യാനവസ്തുവിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. നിങ്ങൾ ഭഗവാൻ പറഞ്ഞ ഈ രീതിയിൽ 6R ചെയ്തുകൊണ്ട് നിങ്ങൾ കാര്യം
ചെയ്യുക, ധ്യാനം പരിശീലിക്കുക. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്നതായിട്ട് കാണാം. 6R എന്ന് പറയുന്ന സമയത്ത് റെക്കഗ്നൈസ്, ആദ്യം തിരിച്ചറിയുക, റിലീസ്, ഉപേക്ഷിക്കുക, റിലാക്സ്, ശരീരത്തെ അയച്ചു വിടുക, റീസ്മൈൽ, പുഞ്ചിരിക്കുക, റിട്ടേൺ, തിരിച്ചു വരിക, റിപ്പീറ്റ്. ഇതിനെ ആവർത്തിക്കുക. എങ്ങനെയാണ് ഒരു ഭിക്ഷു മുറിവുകളെ കെട്ടാത്തത്, ബാൻഡേജ് ചെയ്യാത്തത്? ഇനി പറയുന്ന കാര്യം വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കേൾക്കണം. ഇന്ദ്രിയ സംവരം, അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിൻ്റെ കാര്യമാണ് ഇനി പറയുന്നത്. ഇത ഭിക്കവേ ഭിക്കു ചക്കുണ രൂപം ദിസ്വ നിമിത്തഗാഹി ഹോതി അനുഭ്യഞ്ജനഗാഹി. ഒരു ഭിക്ഷു കണ്ണിനാൽ രൂപത്തെ കാണുന്ന സമയത്ത് ആ നിമിത്തത്തെ ഗ്രഹിക്കുന്നു, അതിനെപ്പറ്റി ചിന്തിക്കുന്നു. അതായത് നമ്മൾ കണ്ണുകൊണ്ട് ഏതെങ്കിലും രൂപത്തെ കണ്ടു, ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ കണ്ടു കഴിഞ്ഞ ഉടനെ നമ്മൾ നമ്മുടെ മനസ്സിൽ ആ രൂപത്തെപ്പറ്റി ചിന്തിക്കുന്നു. ആ രൂപത്തെ നമ്മൾ നമ്മുടെ ഉള്ളിൽ നിർത്തുന്നു. എന്നിട്ട് അതിനെപ്പറ്റി, അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ആ വ്യക്തിയുടെ ശരീരം എങ്ങനെയാണ്, മുഖം എങ്ങനെയാണ്, ഈ രീതിയിൽ നമ്മൾ ചിന്തിച്ച് അതിനെ നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കുന്നു. അതുകൊണ്ട് എന്താണ് പ്രശ്നം? ചക്കുന്ദ്രിയം അസംവൃത്തം വിഹരന്തം അഭിജ്ജാ ദോമനസ്സ പാപക അകുശല ധമ്മ അനുവാസവേയും. ആ ചക്ഷു അല്ലെങ്കിൽ കണ്ണ് എന്ന ഇന്ദ്രിയത്തെ സംവരണം ചെയ്യാതെ, അതായത് നിയന്ത്രിക്കാതെ നമ്മൾ വിഹരിക്കുകയാണെങ്കിൽ അഭിജ്ജാ ദോമനസ്സം, അതായത് ദുർമനസ് ഉണ്ടാകാം. അതേപോലെ തന്നെ അഭിജ്ജ, അതായത് ആസക്തി അതിലുണ്ടാകാം. അതുകൂടാതെ പാപക അകുശല ധമ്മം നമ്മുടെ ഉള്ളിൽ കടന്നുകൂടും. പാപകങ്ങൾ, അകുശലമായിട്ടുള്ള ധർമ്മങ്ങൾ. എന്തൊക്കെയാണ് ഇവിടെ പാപകം, അകുശലം എന്ന് പറയുന്നത്? നമ്മൾക്ക് ചിലപ്പോൾ ആ രൂപത്തെ കണ്ട് ആസക്തി ഉണ്ടാകാം, രാഗമുണ്ടാകാം, ചിലപ്പോൾ ദ്വേഷമുണ്ടാകാം, ചിലപ്പോൾ മോഹം നമ്മൾക്ക് ഉണ്ടാകാം. ഈ രീതിയിലുള്ള പലതരത്തിലുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരും. ചിലപ്പോൾ ഈർഷ്യയുണ്ടാകാം, ചിലപ്പോൾ ഭയമുണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാകും. ആ ഭിക്ഷു ആ ചക്ഷു എന്ന ഇന്ദ്രിയത്തെ നിയന്ത്രിക്കുന്നില്ല, അതിൻ്റെ നിയന്ത്രണം അഭ്യസിക്കുന്നില്ല. ചക്ഷുന്ദ്രിയത്തെ അവർ നിയന്ത്രിക്കുന്നില്ല. അത് കാരണം ചക്ഷു എന്ന ഇന്ദ്രിയത്തിൽ അവർക്ക് നിയന്ത്രണം കൈവരുന്നില്ല. ഇതേപോലെ തന്നെ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലും നമ്മൾക്ക് നിയന്ത്രണം വേണം എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ 6ാമത്തെ ഇന്ദ്രിയമായിട്ടുള്ള മനസ്സിൽ ഏതെങ്കിലും ചിന്തകൾ വരുന്ന സമയത്തും ഇതേപോലെ തന്നെ ചെയ്യണം എന്നാണ് വീണ്ടും പറയുന്നത്. ഇനി മുകളിൽ പറഞ്ഞവ തന്നെ ബാക്കിയുള്ള ഓരോന്നിലും ആവർത്തിക്കുന്നുണ്ട്. കാതുകൊണ്ട് ഒരു ശബ്ദം കേൾക്കുന്ന സമയത്ത്, മൂക്കുകൊണ്ട് ഒരു ഗന്ധം മണക്കുന്ന സമയത്ത്, നാവ് കൊണ്ട് രസം അറിയുന്ന സമയത്ത്, ശരീരം കൊണ്ട് സ്പർശിക്കുന്ന സമയത്ത്, മനസ്സുകൊണ്ട് ഒരു ധർമ്മത്തെ ഗ്രഹിക്കുന്ന സമയത്ത്, അതായത് മനസ്സിൽ ഏതെങ്കിലും ചിന്ത വരുന്ന സമയത്ത്, മനസ്സ ധമ്മം വിജ്ഞായ നിമിത്തഗാഹി ഹോതി അനുഭ്യഞ്ജനഗാഹി. മനസ്സിൽ ഏതെങ്കിലും ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അതിനെ പിടിക്കുന്നു, ആ നിമിത്തത്തെ നമ്മൾ ഗ്രഹിക്കുന്നു, എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു. അനുഭ്യഞ്ജനഗാഹി, അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ചിന്തിക്കുന്നു. ഇതേപോലെ തന്നെ മൂക്കിൻ്റെയും കാതിൻ്റെയും നാവിൻ്റെയും തൊലിയുടെയും കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. അതിൽ വരുന്ന കാര്യങ്ങളെ നമ്മൾ ഉടൻ തന്നെ അതിനെ നമ്മൾ ഗ്രഹിക്കുന്നു, എന്നിട്ട് അതിനെക്കുറിച്ചിട്ട് തന്നെ ചിന്തിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? മനസ്സ് എന്ന ഇന്ദ്രിയത്തെ ഇങ്ങനെ സംവരണം ചെയ്യാതെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അഭിജ ദോമനസ്സ പാപക അകുശല ധമ്മ അൻവാസവേയും. ആ ധർമ്മങ്ങളിൽ നമ്മൾക്ക് ആസക്തി ഉണ്ടാകും, അല്ലെങ്കിൽ രാഗമുണ്ടാകും, അല്ലെങ്കിൽ ദ്വേഷമുണ്ടാകും, അല്ലെങ്കിൽ പാപകമായിട്ടുള്ള അകുശലങ്ങളായിട്ടുള്ള മറ്റേതെങ്കിലും ധർമ്മങ്ങൾ നമ്മുടെ ഉള്ളിൽ കൂടി വരും. അതായത് ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് ഈർഷ്യയുണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വികാരങ്ങളുണ്ടാകാം. അതെല്ലാം നമ്മുടെ മനസ്സിൽ കടന്നുകൂടും. അതിനാൽ ആ ഭിക്ഷു ഇന്ദ്രിയ സംവരം അഭ്യസിക്കുന്നില്ല. ആ മനസ്സ് എന്ന ഇന്ദ്രിയത്തെ അവർ സംരക്ഷിക്കുന്നില്ല. അത് കാരണം ആ ഇന്ദ്രിയങ്ങളിലുള്ള സംവരണം ആ വ്യക്തിക്ക് ലഭിക്കുന്നില്ല. ഇവിടെ പറയുന്നത് നമ്മളെല്ലാം പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, അതിൽ നിന്നുള്ള സുഖങ്ങളെ ആസ്വദിക്കരുത് എന്നെല്ലാം എല്ലാ വിഭാഗക്കാരും പറയുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തെപ്പറ്റി ആരും പറയുന്നില്ല. ഇവിടെ അതാണ് പറയുന്നത്. അതായത് ദിഠേ ദിട്ടമത്തം ഭവിഷ്യതി എന്ന് ഭഗവാൻ ചില സമയത്ത് പറയാറുണ്ട്. അതായത് കാണുന്ന സമയത്ത് കാണൽ മാത്രം, അതിനെക്കുറിച്ച് മറ്റൊന്നും ചിന്തിക്കരുത്. അതുകൂടാതെ സതിപട്ടന സൂത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, തൃഷ്ണ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഏതെങ്കിലും കാര്യങ്ങൾ, ഇന്ദ്രിയങ്ങൾ ഉള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഇഷ്ടമാണെങ്കിൽ, അത് നന്നായിട്ട് തോന്നുകയാണെങ്കിൽ, അതിനോട് ആസക്തി തോന്നുകയാണെങ്കിൽ, സുഖമെന്ന് തോന്നുകയാണെങ്കിൽ, അവിടെയാണ് തൃഷ്ണ ഉണ്ടാകുന്നത്, അവിടെയാണ് ദുഃഖത്തിൻ്റെ കാരണമുണ്ടാകുന്നത്.
അതിനാൽ 5 ഇന്ദ്രിയങ്ങളെയും നമ്മൾ നിയന്ത്രിക്കണം എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പണ്ട് ഭിക്ഷുക്കൾ വനത്തിൽ പോയിരുന്നത്. ഇങ്ങനെയാണ് ഒരു ഭിക്ഷു മുറിവുകളെ ഡ്രസ്സ് ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ കെട്ടിവെക്കാതിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഭിക്ഷു പുക പടർത്താതിരിക്കുന്നത്? നമ്മൾ പശുക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില സമയത്ത് പുകയെല്ലാം പരത്തും, കാരണം ഈച്ചകളും കൊതുകുകളും പോകാൻ വേണ്ടി. അതേപോലെ തന്നെ ഒരു ഭിക്ഷു പുക എങ്ങനെയാണ് പടർത്താതിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു ഭിക്ഷു താൻ ഓർത്തു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ താൻ പഠിച്ചു വെച്ചിട്ടുള്ള ധർമ്മത്തെ പൂർണ്ണമായിട്ട് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാതിരിക്കുന്ന സമയത്താണ്, അങ്ങനെയാണ് ഒരു ഭിക്ഷു പുകയ്ക്കാതിരിക്കുന്നത്. അപ്പോൾ ഒരു ഭിക്ഷു പഠിച്ച ധർമ്മത്തെക്കുറിച്ച്, അതേപോലെ തന്നെ ഓർത്തു വെച്ച ധർമ്മത്തെക്കുറിച്ച് മറ്റുള്ളവരോട് വളരെ വിശദമായിട്ട് അവരെ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ആ ഭിക്ഷു പുക പടർത്തുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു ഭിക്ഷു നദീതടങ്ങളെക്കുറിച്ചിട്ട് എങ്ങനെയാണ് അറിയാതിരിക്കുന്നത്? അതായത് നദീതടം ആഴമുള്ളതാണോ അല്ലയോ എന്നൊരു ഗോപാലകന് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പശുക്കൾ അവിടെ മുങ്ങിച്ചാവും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നല്ലപോലെ പഠിച്ച ഒരു ഭിക്ഷുവിനെ, പൂർവ്വ സംസ്കാരങ്ങളെ പിന്തുടരുന്ന, ധർമ്മത്തെയും വിനയത്തെയും നല്ലപോലെ പഠിച്ചിട്ട് ഓർത്തു വയ്ക്കുന്ന ഒരു ഭിക്ഷുവിനെ ഈ ഭിക്ഷു ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുന്നില്ല, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. ബന്ദേ, എന്തുകൊണ്ടാണ് ഇത് ഇപ്രകാരം പറയുന്നത്? ഇതിൻ്റെ അർത്ഥം എന്താണ്? ആ ഭിക്ഷുക്കൾ തങ്ങൾക്ക് വ്യക്തമല്ലാത്ത കാര്യങ്ങളെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നില്ല, മനസ്സിലാകാത്ത കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, സംശയമുള്ള കാര്യങ്ങൾക്ക് സംശയ നിവാരണം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണ് ഒരു ഭിക്ഷു തടങ്ങളെക്കുറിച്ച്, നദീതടങ്ങളെക്കുറിച്ച് അറിയാത്തത്. അത് കാരണം ഒരു ഭിക്ഷുവാണെങ്കിലും ശരി, ഒരു സാധകനാണെങ്കിലും ശരി, ധർമ്മത്തെയും വിനയത്തെയും നല്ലപോലെ അഭ്യസിക്കുന്നവനും പഠിച്ചവനുമായിട്ടുള്ള ഒരു ഭിക്ഷുവിനോട് ചോദ്യങ്ങൾ ചോദിക്കണം, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. എങ്ങനെയാണ് ഒരു ഭിക്ഷുവിന് തൃപ്തി കിട്ടാത്തത്? പശുക്കളെ എവിടെ വിട്ടു കഴിഞ്ഞാൽ അവർ തൃപ്തരാകും എന്നൊരു ഗോപാലകന് നന്നായിട്ടറിയാം. അതറിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ ശരിയായിട്ടുള്ള ഗോപാലകനല്ല. അതേപോലെ തന്നെ എവിടെയാണ് തൃപ്തി കിട്ടുന്നത് എന്ന് ആ ഭിക്ഷു അറിയുന്നില്ല. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തഥാഗതൻ പഠിപ്പിച്ച ധമ്മവിനയത്തെ പറ്റി ആരെങ്കിലും പറയുന്ന സമയത്ത്, അതിനെ വിവരിക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിന് ആ ധർമ്മത്തെപ്പറ്റി, ആ വിനയത്തെപ്പറ്റി പ്രേരണ ജനിക്കുന്നില്ല. ആ പഠിപ്പിക്കലിനെ പറ്റി ആ വ്യക്തിക്ക് പ്രമോദം അല്ലെങ്കിൽ ആനന്ദം ഉണ്ടാകുന്നില്ല. അതിൻ്റെ അർത്ഥത്തെപ്പറ്റി ആ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല. തഥാഗതൻ പ്രവർത്തിപ്പിച്ച ആ ധർമ്മത്തെ, വിനയത്തെ കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് പ്രമോദം ഉണ്ടാകണം, അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാകണം, അതിൽ പ്രേരണ ഉണ്ടാകണം എന്നൊക്കെയാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ആ ഭിക്ഷുവിന് സാധനയിൽ പുരോഗതി ഉണ്ടാകില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇങ്ങനെയാണ് ഒരു ഭിക്ഷുവിന് തൃപ്തി ഉണ്ടാകാതിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഭിക്ഷുവിന് വഴി അല്ലെങ്കിൽ വീഥി അറിയാതിരിക്കുന്നത്? പശുക്കളെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ഗോപാലകന് വഴി നല്ല നിശ്ചയമുണ്ടായിരിക്കണം. ഒരു ഭിക്ഷുവിന് ഏത് സമയത്ത് ആര്യ അഷ്ടാംഗിക മാർഗത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള ജ്ഞാനം ഉണ്ടാകുന്നില്ലയോ, അപ്പോൾ ആ ഭിക്ഷു വഴി അറിയുന്നില്ല, വീഥി അറിയുന്നില്ല. ഒരു ഭിക്ഷു പുൽമേടുകളെക്കുറിച്ചിട്ട് എങ്ങനെയാണ് അറിയാതിരിക്കുന്നത്? പശുക്കൾക്ക് എവിടെ ധാരാളം ഭക്ഷണം കിട്ടും എന്ന് ഒരു ഗോപാലകൻ അറിഞ്ഞിരിക്കണം. ഒരു ഭിക്ഷുവിന് 4 തരത്തിലുള്ള സതിപഠാനത്തെക്കുറിച്ച് ശരിയായിട്ട് മനസ്സിലാക്കാതിരിക്കുന്ന സമയത്താണ് ആ ഭിക്ഷു പുൽമേടുകളെക്കുറിച്ച് അറിയാതിരിക്കുന്നത്. ഇവിടെ 4 സതിപഠാനം എന്ന് പറയുന്ന സമയത്ത് കായാനുപസന, അല്ലെങ്കിൽ ശരീരത്തെ നമ്മൾ അനുപശ്യന, അതിനെ വീക്ഷിക്കൽ; വേദനാനുപസന, സംവേദനകളെ വീക്ഷിക്കൽ; ചിത്താനുപസന, മനസ്സിനെ വീക്ഷിക്കൽ; ധമ്മാനുപസന, മനസ്സിൻ്റെ ധർമ്മങ്ങളെ വീക്ഷിക്കൽ. ഇതറിയാതിരിക്കുന്ന സമയത്താണ് ഒരു ഭിക്ഷു പുൽമേടുകളെക്കുറിച്ച് അറിയാതിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഭിക്ഷു പാല് മുഴുവൻ ഊറ്റി കുടിക്കുന്ന വ്യക്തിയാകുന്നത്? ഒരു ഭിക്ഷുവിനെ ഒരു ഗൃഹസ്ഥൻ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണെന്ന് കരുതുക. അവർക്ക് ചീവരം അല്ലെങ്കിൽ വസ്ത്രം ദാനമായിട്ട് കൊടുക്കുന്നു, ഭിക്ഷാന്നം ദാനമായിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ താമസിക്കാനുള്ള സ്ഥലം, മരുന്ന്, അല്ലെങ്കിൽ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങൾ ദാനമായിട്ട് കൊടുക്കുന്നു. എന്നാൽ ഒരു ഭിക്ഷു മിതത്വം പാലിക്കാതെ അത് മുഴുവൻ കൈക്കലാക്കാൻ ആഗ്രഹിക്കുന്നു.
അങ്ങനെയാണ് ഒരു ഭിക്ഷു മുഴുവൻ പാലും ഊറ്റി കുടിക്കുന്നവനാകുന്നത്. ഒരു ഭിക്ഷു സംഘത്തിലെ അച്ഛന്മാരും അതേപോലെ തന്നെ നേതൃത്വം വഹിക്കുന്നവരും വളരെ മുൻപ് തന്നെ സന്യാസി ആയിട്ടുള്ളവരും ആയിട്ടുള്ള വളരെ സീനിയറായിട്ടുള്ള ഭിക്ഷുക്കളോട് എങ്ങനെയാണ് ഒരു ഭിക്ഷു ആദരവ് കാണിക്കാതിരിക്കുന്നത്? സംഘത്തിൻ്റെ അച്ഛന്മാരും നായകന്മാരുമായിട്ടുള്ള ആ ഭിക്ഷുക്കൾ അവർ വളരെ മുൻപ് തന്നെ പ്രവജ്ഞ എടുത്തിട്ടുള്ളവരാണ്. ആ സീനിയറായിട്ടുള്ള ഭിക്ഷുക്കളെ ഈ ഭിക്ഷു മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും മൈത്രിചിത്തത്താൽ അവരോട് പെരുമാറുന്നില്ല. ജനങ്ങളുടെ മധ്യത്തിലും അതേപോലെ തന്നെ ഒറ്റയ്ക്കും അതേപോലെ തന്നെ പെരുമാറുന്നില്ല. ഇങ്ങനെയാണ് ഒരു ഭിക്ഷു വളരെ സീനിയറായിട്ടുള്ള ഭിക്ഷുക്കളോട് ബഹുമാനം കാണിക്കാതെ വിഹരിക്കുന്നത്. ഒരു ഭിക്ഷു തീർച്ചയായിട്ടും തന്നെക്കാൾ സീനിയറായിട്ടുള്ള ഒരു ഭിക്ഷുവിന് ബഹുമാനം കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഏതെങ്കിലും ഒരു ഭിക്ഷുവിന് ഈ 11 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഭിക്ഷുവിന് ഈ ധർമ്മവിനയത്തിൽ ഒരിക്കലും അഭിവൃദ്ധി ഉണ്ടാകില്ല. അവർ ഈ ധർമ്മം പൂർത്തിയാക്കില്ല. ഈ ധർമ്മവിനയത്തിൽ അവർക്ക് പാകത വരില്ല എന്ന് പറയുന്നു. ഒരു ഗോപാലകൻ്റെ ഉള്ളിൽ ഈ 11 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഗോപാലകന് തൻ്റെ പശുക്കൂട്ടങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുവാനും അതേപോലെ തന്നെ സംരക്ഷിക്കാനും സാധിക്കും. എന്താണ് 11 ഒരു ഗോപാലകന് രൂപത്തെക്കുറിച്ച് അറിയാം, ലക്ഷണങ്ങളെക്കുറിച്ചിട്ട് അറിയാം, ഈച്ചകളുടെ മുട്ടകളെ എടുത്തു മാറ്റുന്നു, മുറിവുകളെ മരുന്ന് വെച്ച് കെട്ടുന്നു, ഇടയ്ക്കിടയ്ക്ക് പുക പരത്തുന്നു, നദീതടങ്ങളെക്കുറിച്ചിട്ട് നല്ലപോലെ അറിയാം, തൃപ്തിയെക്കുറിച്ച് നല്ലപോലെ അറിയാം, പോകുന്ന വഴി നല്ലപോലെ അറിയാം, പുൽമേടകളെക്കുറിച്ച് നല്ലപോലെ അറിയാം, പാലിനെ പരിപൂർണമായിട്ടും കറന്നെടുക്കുന്നില്ല. അതേപോലെ തന്നെ പശുക്കൂട്ടങ്ങളുടെ നേതാവും അച്ഛനുമായിട്ടുള്ള കാളുകൾക്ക് ആ വ്യക്തി കൂടുതൽ ആദരവ് കൊടുക്കുന്നു. ഈ 11 ഗുണങ്ങളുള്ള ഒരു ഗോപാലകന് തൻ്റെ പശുക്കൂട്ടങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുവാനും സംരക്ഷിക്കുവാനും സാധിക്കും. അതുപോലെ ഒരു ഭിക്ഷുവിന് ഈ 11 ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ആ ഭിക്ഷു ഈ ധർമ്മവിനയത്തിൽ അഭിവൃദ്ധി പ്രാപിക്കും, പൂർണ്ണത പ്രാപിക്കും. 11 ഏതെല്ലാമാണ്? ഒരു ഭിക്ഷു രൂപത്തെ അറിയുന്നു, ലക്ഷണങ്ങളെക്കുറിച്ച് അറിയുന്നു, ഈച്ചയുടെ മുട്ടകളെ എടുത്തു മാറ്റുന്നു, മുറിവിനെ മരുന്ന് വെച്ച് കെട്ടുന്നു, ഇടയ്ക്കിടയ്ക്ക് പുക പരത്തുന്നു, നദീതടങ്ങളെക്കുറിച്ച് അറിയുന്നു, തൃപ്തി എവിടെയുണ്ട് എന്ന് അറിയുന്നു, പോകുന്ന വഴി അറിയുന്നു, പുൽക്കൂട്ടങ്ങൾ എവിടെയുണ്ട് എന്ന് അറിയുന്നു, പാലിനെ പരിപൂർണമായിട്ടും ഊറ്റി കുടിക്കുന്നില്ല. അതുകൂടാതെ സംഘത്തിൻ്റെ നേതാവും അതേപോലെ തന്നെ അച്ഛനുമായിട്ടുള്ള വളരെ മുൻപ് തന്നെ പ്രവജ്ഞ നേടിയിട്ടുള്ള മുതിർന്ന ഭിക്ഷുക്കളോട് അല്പം കൂടുതൽ ആദരവ് കാണിക്കുന്നു. എങ്ങനെയാണ് ഒരു ഭിക്ഷു രൂപത്തെ അറിയുന്നത്? ഒരു ഭിക്ഷു എല്ലാ രൂപവും 4 ധാതുക്കളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്, ആ ധാതുക്കളുടെ ഉപാദായ രൂപത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെയാണ് ഒരു ഭിക്ഷു രൂപത്തെ അറിയുന്നത്. എങ്ങനെയാണ് ഒരു ഭിക്ഷു ലക്ഷണങ്ങളെ അറിയുന്നത്? ഒരു ഭിക്ഷു ഒരു മഠയനായിട്ടുള്ള വ്യക്തിയെ തൻ്റെ കർമ്മങ്ങളിൽ നിന്ന് തിരിച്ചറിയുന്നു. അതേപോലെ തന്നെ പണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തിയെയും തൻ്റെ കർമ്മങ്ങളിൽ നിന്നാണ് തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് ഒരു ഭിക്ഷു ലക്ഷണങ്ങളെ മനസ്സിലാക്കുന്നത്. അതായത് ആടിനെ, മാട്ടിനെ, കോഴിനെ എല്ലാം അറുക്കുന്നൊരു വ്യക്തി, ആ വ്യക്തി തീർച്ചയായിട്ടും ഒരു മഠയനാണ് എന്ന് ഒരു ഭിക്ഷുവിന് നല്ലപോലെ അറിയാം. കാരണം ആ വ്യക്തിക്ക് കർമ്മത്തെയും കർമ്മഫലത്തെയും കുറിച്ച് യാതൊരു ബോധവുമില്ല. ഈ കർമ്മം എന്നെ നരകത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് ആ വ്യക്തിക്ക് ഒട്ടും തന്നെ അറിയില്ല. അതാണ് മഠയനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പണ്ഡിതനായിട്ടുള്ള വ്യക്തി ശീലം പാലിക്കും, ദാനം ചെയ്യും, അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ മാത്രമേ ആ വ്യക്തി ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ പ്രവൃത്തിയിൽ നിന്നാണ് ഒരു വ്യക്തി മഠയനാണോ ബുദ്ധിമാനാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയാണ് ഒരു ഭിക്ഷു ലക്ഷണങ്ങൾ കുറിച്ച് അറിയുന്നത്. എങ്ങനെയാണ് ഒരു ഭിക്ഷു ഈച്ചകളുടെ മുട്ടകളെ എടുത്തു കളയുന്നത്? ഒരു ഭിക്ഷു തൻ്റെ ഉള്ളിൽ ഉണരുന്ന കാമവിതക്കം, അതേപോലെ തന്നെ വ്യാപാദ വിതക്കം, അതേപോലെ തന്നെ ഹിംസാവിചാരം, അതേപോലെ തന്നെ പാപങ്ങളായിട്ടുള്ള അകുശലങ്ങളായിട്ടുള്ള ധർമ്മങ്ങളെ തൻ്റെ ഉള്ളിൽ നിർത്തുന്നില്ല. ഉടൻ തന്നെ അവയെ ഇല്ലാതാക്കുന്നു, അവയെ പുറത്തു കളയുന്നു, അവയെ തുടച്ചു മാറ്റുന്നു, അവയെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തുന്നു. ഇങ്ങനെയാണ് ഒരു ഭിക്ഷു ഈച്ചകളുടെ മുട്ടകളെ എടുത്തു കളയുന്നത്.
അതായത് നമ്മുടെ മനസ്സിൽ രാഗചിന്തകളോ ദ്വേഷചിന്തകളോ ഹിംസാപരമായിട്ടുള്ള ചിന്തകളോ അതേപോലെ തന്നെ മറ്റേതെങ്കിലും അകുശലങ്ങളായിട്ടുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അതിനെ ഇല്ലാതാക്കണം, അതിനെ പുറത്തു കളയണം, അതിനെ തുടച്ചു മാറ്റണം. ഒരിക്കലും അതിനെ അവിടെ നിർത്തരുത്, അതിൽ ശ്രദ്ധിക്കരുത് എന്നാണ് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് ഈ ഉപദേശത്തിൽ പറയുന്നത്. എങ്ങനെയാണ് ഒരു ഭിക്ഷു മുറിവുകളെ വച്ച് കെട്ടുന്നത്? ഒരു ഭിക്ഷു ഒരു രൂപത്തെ തൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന സമയത്ത് ആ രൂപത്തിലോ ആ രൂപത്തിൻ്റെ വിശദാംശങ്ങളിലോ തൻ്റെ മനസ്സിനെ വയ്ക്കുന്നില്ല. അതായത് ആ രൂപത്തിൽ ആസക്തനാകുന്നില്ല എന്ന അർത്ഥം. ചക്ഷുന്ദ്രിയത്തെ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ പാപങ്ങളായിട്ടുള്ള അകുശലങ്ങളായിട്ടുള്ള ആസക്തിയും അതേപോലെ തന്നെ ദുർമനസ്സും ഉണ്ടാകും. അത് കാരണമാണ് ചക്ഷുന്ദ്രിയത്തെ നിയന്ത്രിക്കാൻ അഭ്യസിക്കേണ്ടത്, ചക്ഷു ഇന്ദ്രിയത്തെ സംരക്ഷിക്കേണ്ടത്. അങ്ങനെ കണ്ണ് എന്ന ഇന്ദ്രിയത്തിൻ്റെ നിയന്ത്രണം സാധിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളിലും. കാതുകൊണ്ട് ശബ്ദം കേൾക്കുന്ന സമയത്ത്, മൂക്കുകൊണ്ട് ഗന്ധം മണക്കുന്ന സമയത്ത്, നാവുകൊണ്ട് രസം രുചിക്കുന്ന സമയത്ത്, ശരീരം കൊണ്ട് സ്പർശിക്കുന്ന സമയത്ത്, മനസ്സിൽ ഏതെങ്കിലും ധർമ്മം അല്ലെങ്കിൽ ചിന്ത വരുന്ന സമയത്ത് അവർ ആ ചിന്തകളെ ഗ്രഹിക്കുന്നില്ല, അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് പരിശോധിക്കുന്നില്ല. മനസ്സ് എന്ന ആ ഇന്ദ്രിയത്തെ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ ആസക്തിയും ദൗർമനസ്സവും ആകുന്ന അകുശലങ്ങളായിട്ടുള്ള പാപങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ നമ്മളുടെ മനസ്സിൽ ചേക്കേറും. ഇതുമൂലമാണ് അവർ മനസ്സെന്ന ഇന്ദ്രിയത്തെ നിയന്ത്രിക്കുന്നത്, മനസ്സെന്ന ഇന്ദ്രിയത്തെ സംരക്ഷിക്കുന്നത്. അതുമൂലം അവർക്ക് മനോനിയന്ത്രണം ലഭിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളിലും നമ്മൾ ചെയ്യേണ്ടത്. അതായത് മൂക്കുകൊണ്ട് നമ്മളൊരു നല്ല ഗന്ധം മണക്കുന്ന സമയത്ത് ഒരിക്കലും അതിൽ ആസക്തരാകരുത്, അതിനെപ്പറ്റി ആലോചിക്കരുത്. ഇതുകൊണ്ടാണ് പണ്ട് ഭിക്ഷുക്കളെ ഭഗവാൻ വനത്തിൽ അയക്കുന്നത്. കാരണം അവിടെ 5 ഇന്ദ്രിയങ്ങളിലും അതിനെ സ്പർശിക്കുന്ന, അതിന് ഇളക്കമുണ്ടാക്കുന്ന യാതൊരു കാര്യങ്ങളും അവിടെയില്ല. ഇന്ദ്രിയ സംവരണം കൈവന്നതിന് ശേഷം അവർക്ക് പുറത്തു വരാവുന്നതാണ്. എന്നാൽ ഇന്ന് പല സാധകരും ഇങ്ങനെ ചെയ്യാറില്ല. അവർ ധ്യാനിക്കുന്നു, ധ്യാനത്തിന് ശേഷം അവർ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകുന്നു. അപ്പോൾ അവരുടെ മനസ്സിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതാണ്. അതിനാൽ എന്ത് കാണണം, എന്ത് കേൾക്കണം എന്ന് നമ്മൾ തന്നെ നിശ്ചയിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും ഒന്നും തന്നെ ചെയ്യരുത്. അഥവാ അങ്ങനെയുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ചിന്തകളെ കളയുക. ഒരു കാരണവശാലും ആ ചിന്തകൾ ശ്രദ്ധിക്കരുത്. എങ്ങനെയാണ് ഒരു ഭിക്ഷു കീടങ്ങളെ പുക മൂലം പുറത്താക്കുന്നത്? ഒരു ഭിക്ഷു താൻ പഠിച്ച ധർമ്മത്തെ പരിപൂർണമായിട്ടും ഓർത്തിട്ടുണ്ട്. ഓർത്ത ആ ധർമ്മത്തെ മറ്റുള്ളവർക്ക് വളരെ വിശദമായിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഒരു ഭിക്ഷു പുക പടർത്തിക്കൊണ്ട് കീടങ്ങളെ അകറ്റുന്നത്. എങ്ങനെയാണ് ഒരു ഭിക്ഷു നദീതടങ്ങളെക്കുറിച്ച് അറിയുന്നത്? ഒരു ഭിക്ഷു വളരെ സീനിയറായിട്ടുള്ള ഭിക്ഷുക്കളെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുന്നു. ആ സീനിയറായിട്ടുള്ള ഭിക്ഷുക്കൾ തങ്ങളുടെ പരമ്പരകളെ വഹിക്കുന്നവരാണ്. ധർമ്മത്തെ, വിനയത്തെ നല്ലപോലെ പഠിച്ച് ഓർത്തുവെച്ച ഭിക്ഷുക്കളാണ്. ആ ഭിക്ഷുക്കളോട് ഈ ഭിക്ഷു അടുത്തു പോയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ബന്ദേ, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത്? ഇതിൻ്റെ അർത്ഥം എന്താണ്? ആ ഭിക്ഷുക്കൾ വ്യക്തമല്ലാത്ത കാര്യങ്ങളെ വ്യക്തമാക്കി കൊടുക്കുന്നു, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പ്രകടമാക്കി കൊടുക്കുന്നു, സംശയമുള്ള കാര്യങ്ങൾക്കെല്ലാം സംശയ നിവാരണം വരുത്തുന്നു. ഇങ്ങനെയാണ് ഒരു ഭിക്ഷു നദീതടങ്ങളെക്കുറിച്ച് അറിയുന്നത്. എങ്ങനെയാണ് ഒരു ഭിക്ഷു തൃപ്തിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? ഒരു ഭിക്ഷു തഥാഗതനാൽ പ്രവർത്തിതമായിട്ടുള്ള ഈ ധർമ്മ വിനയങ്ങളെ ആരെങ്കിലും പറയുന്ന സമയത്ത് അതിൻ്റെ അർത്ഥമറിഞ്ഞ് അതിൽ പ്രേരണ ഉണ്ടാക്കുന്നു. ആ ധർമ്മം പഠിപ്പിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ പ്രമോദം ഉണ്ടാകുന്നു, സന്തോഷമുണ്ടാകുന്നു. അങ്ങനെ ധർമ്മം പഠിപ്പിക്കുന്ന സമയത്ത് സന്തോഷവും അതിൽ പ്രേരണയും ഉണ്ടാകുകയാണെങ്കിൽ അതിനെയാണ് ഒരു ഭിക്ഷു സന്തോഷം അറിയുന്നവൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൃപ്തി അറിയുന്നവൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു ഭിക്ഷു വഴി മനസ്സിലാക്കുന്നത്? ഒരു ഭിക്ഷു ആര്യ അഷ്ടാംഗിക മാർഗത്തെ സത്യമായിട്ടും അറിയുന്ന സമയത്താണ് ഒരു ഭിക്ഷു വഴി മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഒരു ഭിക്ഷു പുൽമേടുകളിൽ കുശലനാകുന്നത്? ഒരു ഭിക്ഷു 4 സതിപഠാനങ്ങളെ ശരിയായിട്ട് മനസ്സിലാക്കുന്ന സമയത്താണ് പുൽമേടുകളെ ശരിയായിട്ട് അറിയുന്നത്.
സതിപട്ടാന ധ്യാനങ്ങൾ: കായാനുപസന, വേദനാനുപസന, ചിത്താനുപസന, ധമ്മാനുപസന. എങ്ങനെയാണ് ഒരു ഭിക്ഷു പാലിനെ പൂർണ്ണമായിട്ടും കറന്നു മാറ്റാത്തത്? ഏതെങ്കിലും ഒരു ഭിക്ഷുവിനെ ഒരു ഗൃഹസ്ഥൻ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ഭിക്ഷുവിന് ചീവരങ്ങൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ കൊടുക്കുന്നു, ഭിക്ഷാനം കൊടുക്കുന്നു, താമസിക്കാനുള്ള സ്ഥലങ്ങൾ കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ ആ ഭിക്ഷു എത്ര സ്വീകരിക്കണമെന്ന് നന്നായിട്ട് അറിയുന്നു. എന്നിട്ട് അത്രമാത്രം സ്വീകരിക്കുന്നു, കൂടുതൽ സ്വീകരിക്കുന്നില്ല. ഇങ്ങനെയാണ് ഒരു ഭിക്ഷു പാലിനെ പൂർണ്ണമായിട്ടും കറന്നു മാറ്റാതിരിക്കുന്നത്. സംഘത്തിൻ്റെ മുതിർന്ന നേതൃത്വം വഹിക്കുന്ന, വളരെ മുൻപ് തന്നെ പ്രവചനം നേടിയിട്ടുള്ള ഭിക്ഷുക്കൾക്ക് എങ്ങനെയാണ് ഒരു ഭിക്ഷു കൂടുതൽ ആദരവ് കാണിക്കുന്നത്, പ്രകടമാക്കുന്നത്? ഒരു ഭിക്ഷുസംഘത്തിൻ്റെ നായകന്മാരും അതേപോലെ തന്നെ അതിന് നേതൃത്വം വഹിക്കുന്നവരുമായിട്ടുള്ള വളരെ മുൻപ് തന്നെ പ്രവചനം നേടിയിട്ടുള്ള ആ ഭിക്ഷുക്കളെ മൈത്രി ചിത്തത്താൽ, അതേപോലെ തന്നെ മൈത്രിയുടെ വാക്കുകളാൽ, മൈത്രിയുടെ ശരീര കർമ്മങ്ങളാൽ അവരോട് വളരെ ഭവ്യമായിട്ട് പെരുമാറുന്നു, അകത്തും അതേപോലെ തന്നെ പുറത്തും. ഇങ്ങനെയാണ് സംഘത്തിലെ നായകന്മാരായിട്ടുള്ള ആ മുതിർന്ന ഭിക്ഷുക്കൾക്ക് ഒരു ഭിക്ഷു കൂടുതൽ ബഹുമാനം പ്രകടമാക്കുന്നത്. ഈ 11 ഗുണങ്ങളുള്ള ഒരു ഭിക്ഷു തീർച്ചയായിട്ടും ഈ ധർമ്മവിനയത്തിൽ മുന്നേറും. അതുകൂടാതെ അവൻ പൂർണ്ണത പ്രാപിക്കും. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ഭിക്ഷുക്കൾ ഭഗവാൻ പറഞ്ഞ ഉപദേശത്തെ അഭിനന്ദിച്ചു, അവർ തൃപ്തരായി. മഹാഗോപാലകസൂത്രം നിഥിതം. ഒരു സാധകനും ഭിക്ഷുവും മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളെ ഭഗവാൻ ബുദ്ധൻ ഈ സൂത്രത്തിലൂടെ നമ്മൾക്ക് വെളിവാക്കി തരുന്നു. അതായത് മനസ്സിലുള്ള ദുഷ്ചിന്തകൾ വരുന്ന സമയത്ത് അതിനെ ഉടൻ തന്നെ ഉപേക്ഷിക്കണം, അതേപോലെ തന്നെ ഇന്ദ്രിയ സംവരണം വളരെ അത്യാവശ്യമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഭഗവാൻ ഇതിൽ പറയുന്നു. ഇത് ഓരോ സാധകനും പ്രേരണ നൽകുന്നതാണ്. ചില സാധകർ ധ്യാനം ചെയ്യുന്നു, ബാക്കിയുള്ള സമയം ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകുന്നു. അത് തെറ്റാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി കുറച്ച് സമയം പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വ പ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വ പ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വ പ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.